ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലായിട്ട് ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കായിട്ട് ഒഴിവുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 262 ഒഴിവിലേക്കാണ് ക്യാഷ്യർ അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കിനി ഡീറ്റെയിൽ ആയി വീഡിയോയിലെടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, ജവഹർ സഹകരണ ഭവൻ, DPI ജംഗ്ഷൻ, തൈക്കാട് PO, വഴുതക്കാട്, തിരുവനന്തപുരമാണ് പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാപനം 13/2024, വിജ്ഞാപന തീയതി 25/1/2024 ഇറങ്ങിയിട്ടുള്ളത്. ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 10/1/2025 പറഞ്ഞിട്ടുള്ളത്. പറയുന്ന ബാങ്കുകൾക്കുള്ള വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്യേണ്ടത്. നിയമന രീതി പറഞ്ഞിട്ടുണ്ട്, നേരിട്ടുള്ള നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ OMR പരീക്ഷ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഓരോ പ്രസ്തുത ബാങ്കുകൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 13/2024 ജൂനിയർ ക്ലർക്ക്. അതുകൂടാതെ ഒരുപാട് മറ്റ് വേക്കൻസികളുണ്ട്. ഡാറ്റ എൻട്രി, സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ വേക്കൻസികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന പോസ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SLC വേണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത, അതോടൊപ്പം ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സായ GDC, അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അതായത് JDC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കോർപ്പറേഷൻ കൂടെയുള്ള ബിരുദം അല്ലെങ്കിൽ സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM, അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc കോപ്പറേറ്റീവ് ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ടുതാഴത്തെ ടേബിൾ കോളം കാണാം. അവിടെ ക്രമ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഒഴിവുകളുടെ എണ്ണവും സാലറി സ്കെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഒരുപാട് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയപരിമിതി മൂലം ഇതെല്ലാതും പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ നോക്കി അപ്ലൈ ചെയ്യുക. പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിനിമം 18 വയസ്സും മാക്സിമം 40 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷം വരെ റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. OMR പരീക്ഷയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ 80 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഘം ബാങ്കിൻ്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത അഭിമുഖത്തിന് പരമാവധി 15 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ലഭിക്കും. ബാക്കിയൊക്കെ 12 മാർക്കായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 15 മാർക്കാണ്. പിന്നെ പരീക്ഷാ ഫീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ GST ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പരീക്ഷാ ഫീസിൻ്റെ എമൗണ്ട് പറയുന്നുണ്ട് 150 ആണ് പറഞ്ഞിട്ടുള്ളത്. SC/ST വിഭാഗത്തിന് 50 ആണ്. പിന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമെങ്കിൽ ഒരു ബാങ്കിന് 50 രൂപ വെച്ച് എക്സ്ട്രാ അടയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kerala.cacb.kerala.gov.in പോയിട്ട് വിജ്ഞാപനമൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കണം. തപാൽ മുഖേനയുള്ള അപേക്ഷകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷയൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്യൂച്ചർ ഫ്രണ്ട്സിന് വേണ്ടി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ കാരണം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. ഫീസ് അടച്ചുണ്ടാവും, ക്യാഷ് പോകും. നമ്മൾ ആപ്ലിക്കേഷന് പൂർണ്ണമായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇൻസ്ട്രക്ഷനൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ ഫീസ് അടയ്ക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10/1/2025. അതിന് മുമ്പായിട്ട് എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.